ഈ വർഷത്തെ മഹാശിവരാത്രിക്ക് തുടക്കം കുറിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഫെബ്രുവരി 26-നാണ് ഈ വർഷത്തെ ശിവരാത്രി വരുന്നത്. എന്നാൽ ശിവരാത്രി ദിനത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും അതനുസരിച്ച് വേണം. വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാനെ വേണ്ടവിധം ആരാധിച്ചാൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം ഭഗവാൻ നൽകും. മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ശിവനെ ആരാധിക്കുന്നതിനും പൂജിക്കുന്നതിനും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണ് ശിവരാത്രി എന്നതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. മേടം രാശിക്കാർ ഓം രുദ്രായ നമഃ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് ജപിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാവാൻ ഇടയുള്ളതുമായ എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഇല്ലാതാവും. ഇതുവഴി ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങൾ സംഭവിക്കും. ഇടവം രാശിക്കാർ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് എല്ലാ തരത്തിലുള്ള ഭയത്തെയും മിഥ്യാധാരണകളെയും ഇല്ലാതാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ഇടവം രാശിക്കാർക്ക് ജപിക്കാവുന്നതാണ്. മിഥുനം ഓം മഹേശ്വരായ നമഃ എന്ന മന്ത്രം ശിവരാത്രി ദിനത്തിൽ മിഥുനം രാശിക്കാർക്ക് ജപിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള പാത എളുപ്പമാക്കുകയും ഭഗവാൻ കൂടുതൽ അനുഗ്രഹം ഇവരിൽ ചൊരിയുകയും ചെയ്യും. കർക്കിടകം ഓം നാഗേശ്വരായ നമഃ എന്ന മന്ത്രമാണ് കർക്കിടകം രാശിക്കാർ ജപിക്കേണ്ടത്. ഇത് ഇവരുടെ ശനി രാഹു ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനെ സഹായിക്കും. കൂടാതെ എല്ലാ ഗ്രഹദോഷങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തനാക്കാൻ ഈ മന്ത്രത്തിന് സാധിക്കും. ചിങ്ങം രാശിക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരും. ശിവനെ ആരാധിക്കുന്നത് വഴി ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളിൽ നിന്നും പരിഹാരം കാണാൻ സാധിക്കും. കന്നി ഓം ശ്രീകണ്ഠായ നമഃ എന്ന മന്ത്രമാണ് കന്നി രാശിക്കാർ ജപിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിലെ ഇരുട്ടിനെ അകറ്റി മികച്ച മാറ്റങ്ങൾ നൽകുന്നതിനെ സഹായിക്കുന്നു കന്നി രാശിക്കാർക്ക് ഈ മന്ത്രം. തുലാം സ്ക്രീനിൽ കാണിക്കുന്ന ഈ മന്ത്രമാണ് തുലാം രാശിക്കാർ ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിക്കുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ വഴികളും അവസരങ്ങളും തെളിയും. വൃശ്ചികം ഓം ചന്ദ്രമൗലീശ്വര നമഃ എന്ന മന്ത്രമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഫലം നൽകുന്നത്. ഇത് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും നിറയ്ക്കുന്നു. ധനു ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രമാണ് ധനുരാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾക്കായി ജപിക്കേണ്ട മന്ത്രം. ഇത് ശിവരാത്രി ദിനത്തിൽ ജപിക്കുന്നത് വഴി അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും. മകരം ഓം ശംഭുവേ നമഃ എന്ന മന്ത്രമാണ് ഈ ദിനത്തിൽ ജപിക്കേണ്ടത്. ഈ ദിനത്തിൽ വിജയത്തിന് വേണ്ടി ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അനുഗ്രഹങ്ങൾ ഭഗവാൻ ഇവർക്ക് മേൽ ഇരുകൈയും നീട്ടിച്ചൊരിയും എന്നതിൽ സംശയം വേണ്ട. കുംഭം ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഖമിവ ബന്ധനാൻ മൃത്യോർമുക്ഷി യമാമൃതാത് എന്ന മന്ത്രം ജപിക്കുന്നത് വഴി പലപ്പോഴും ആരോഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ചൊവ്വയുടെ വർഷമായതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. മീനം ഓം പശുപതേ നമഃ മീനം രാശിക്കാർ ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും. ഈ മന്ത്രം നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും.